യഹൂദരുടെ പെസഹ അടുത്തിരുന്നതിനാൽ യേശു ജെറുസലേമിലേക്ക് പോയി. കാള, ആട്, പ്രാവ് എന്നിവ വിൽക്കുന്നവരെയും നാണയം മാറ്റാനിരിക്കുന്നവരെയും ദേവാലയത്തിൽ അവൻ കണ്ടു. അവൻ കയറുകൊണ്ട് ഒരു ചമ്മട്ടിയുണ്ടാക്കി അവരെയെല്ലാം ആടുകളോടും കാളകളോടും കൂടെ ദേവാലയത്തിൽ നിന്ന് പുറത്താക്കി നാണയമാറ്റക്കാരുടെ നാണയങ്ങൾ ചിതറിക്കുകയും മേശകൾ തട്ടിമറിക്കുകയും ചെയ്തു. പ്രാവുകളെ വിൽക്കുന്നവരോട് അവൻ കൽപ്പിച്ചു, ഇവയെ ഇവിടെ നിന്ന് എടുത്തുകൊണ്ടു പോകുവിൻ. എന്റെ പിതാവിന്റെ ആലയം നിങ്ങൾ കച്ചവട സ്ഥലമാക്കരുത്. അവിടുത്തെ ആലയത്തെക്കുറിച്ചുള്ള തീഷ്ണത എന്നെ വിഴുങ്ങിക്കളയും എന്നെഴുതപ്പെട്ടിരിക്കുന്നത് അപ്പോൾ അവന്റെ ശിഷ്യന്മാർ അനുസ്മരിച്ചു. യഹൂദർ അവനോട് ചോദിച്ചു, ഇത് ചെയ്യാൻ നിനക്ക് അധികാരമുണ്ടെന്നതിന് എന്തടയാളമാണ് നീ ഞങ്ങളെ കാണിക്കുക? നിങ്ങൾ ഈ ദേവാലയം നശിപ്പിക്കുക. 3 ദിവസത്തിനകം ഞാൻ അത് പുനരുദ്ധരിക്കും. ഈ ദേവാലയം പണിയാൻ 46 സംവത്സരമെടുത്തു. വെറും 3 ദിവസത്തിനകം നീ അത് പുനരുദ്ധരിക്കുമോ? എന്നാൽ അവൻ പറഞ്ഞത് തന്റെ ശരീരമാകുന്ന ആലയത്തെപ്പറ്റിയാണ്. മലങ്കര കത്തോലിക്ക സഭയിൽ ഇന്ന് ഹൂദോ സീത്തോ ഞായറാണ്. സഭയുടെ നവീകരണം എന്നാണ് പദത്തിന്റെ അർത്ഥം. ദൈവജനം സഭയുടെ ഭാഗമായതിനാൽ സഭ എന്നാൽ സഭാംഗങ്ങളുടെ നവീകരണം എന്നർത്ഥം. നവീകരണം എന്നാൽ ആയിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് ആയിരിക്കേണ്ട അവസ്ഥയിലേക്കുള്ള മാറ്റമാണ് നവീകരണം. ഇന്നത്തെ വായനാഭാഗം എല്ലാ വർഷവും നാം ഈ ദിവസം വായിക്കുന്ന അതേ വചനഭാഗം വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായം 13 മുതലുള്ള ഭാഗങ്ങൾ. യെരുശലേം ദേവാലയത്തിൽ യേശു ചെയ്ത ശുദ്ധീകരണവും അതിൽ കോപാകുലരായ യഹൂദ പ്രമുഖന്മാരുടെ ചോദ്യവും അതിനുള്ള കർത്താവിൻ്റെ ജ്ഞാനപൂർണമായ മറുപടിയുമാണ് വചനഭാഗം. 4 സുവിശേഷങ്ങളിലും ഈ ദൈവാലയ ശുദ്ധീകരണം വിവരിക്കുന്നുണ്ടെങ്കിലും യോഹന്നാന്റെ സുവിശേഷത്തിൽ പരസ്യജീവിതം ആരംഭിക്കുന്ന സമയത്താണ് ഇത് സംഭവിക്കുന്നത്. അന്നും ഇന്നും യഹൂദരുടെ ഏറ്റവും വലിയ തിരുനാളാണ് പെസഹ പെരുന്നാൾ. അവരുടെ നിയമമനുസരിച്ച് ജെറുസലേം ദേവാലയത്തിന് ഏകദേശം ഒരു 20 കിലോമീറ്റർ ചുറ്റളവിൽ താമസിക്കുന്ന 19 വയസ്സിന് മുകളിലുള്ള എല്ലാ യഹൂദന്മാരും പെസഹ തിരുനാളിനെത്തണം എന്നതായിരുന്നു വയ്പ്. അതുമാത്രമല്ല, രാഷ്ട്രീയ സാഹചര്യം കൊണ്ട് ലോകത്തിൻ്റെ പല ഭാഗത്ത് ചിതറിപ്പാർത്തിരുന്ന യഹൂദന്മാരും തിരുനാളിന് വന്ന് സംബന്ധിച്ചിരുന്നു എന്നുള്ളതാണ്. അങ്ങനെയാണ് യേശുവും തൻ്റെ സുഹൃത്തുക്കളും ഈ തിരുനാളിനെത്തുക. അവിടെ എത്തിയപ്പോൾ കർത്താവ് കാണുന്നു, ആയിരിക്കേണ്ട ഇടം ആയിരിക്കേണ്ട അവസ്ഥയ്ക്ക് വിഭിന്നമായി കാണപ്പെടുന്നു. ദൈവാലയത്തിൽ ഒരു ജീർണ അന്തരീക്ഷം. ദൈവാലയ അന്തരീക്ഷം ഇങ്ങനെയാകാൻ പല സാഹചര്യങ്ങളെ ഒരുപക്ഷെ വഴി പറയാം. എന്തുമായിക്കൊള്ളട്ടെ, ആയിരിക്കേണ്ട അവസ്ഥയിലേക്ക് മടങ്ങണമെന്ന് കർത്താവ് ഓർമ്മിപ്പിക്കുന്നു. ആയിരിക്കേണ്ട അവസ്ഥയിലേക്ക് മടങ്ങേണ്ടതാണ് നവീകരണം. ഈ ഭാഗത്ത് പ്രത്യേകമായ ഒരു വചനം കർത്താവ് പറയുന്നു. 21-ാം വാക്യം, എന്നാൽ അവൻ പറഞ്ഞത് തൻ്റെ ശരീരമാകുന്ന ആലയത്തെ പറ്റിയാണ്. മാമോദീസായിലൂടെ ലഭിച്ച 3 സമ്മാനമുണ്ട്. ആ കൃപയുടെ പുതുക്കലാണ് ഇന്ന് നവീകരണത്തിൽ സംഭവിക്കേണ്ടത്. അതിലെല്ലാം ഉൾപ്പെടും. മാമോദീസായിലൂടെ ലഭിച്ച 1-ാമത്തെ സമ്മാനം കൃപ, സൺഷിപ്പ്, പുത്രത്വം, ദൈവത്തിൻ്റെ മക്കളായിത്തീരുന്ന അവസ്ഥയിലേക്ക് പ്രവേശിക്കുന്നു. ധൂർത്തപുത്രനെ പോലെ പുത്രത്വത്തിൽ നിന്ന് പുറത്തു പോയിട്ടുണ്ടെങ്കിൽ തിരിച്ചു വരാനുള്ള ആഹ്വാനം സഭ നൽകുന്ന ദിവസമാണ് ഈ സഭയുടെ നവീകരണത്തിൻ്റെ ഞായർ. മാമോദീസായിലൂടെ ലഭിച്ച 2-ാമത്തെ സമ്മാനം ഇമ്മോർട്ടാലിറ്റി, നിത്യജീവൻ. നശ്വരമായ ശരീരം അനശ്വരതയെ പ്രാപിക്കുന്നു. ഇനി മുതൽ ഈ ശരീരം നശ്വരമല്ല, അനശ്വരമാണ്. അതുകൊണ്ടാണ് ക്രൈസ്തവ ജീവിതത്തിൽ മരണമില്ല എന്ന് പറയാൻ കാരണം. അനശ്വരതയിലുള്ള വിശ്വാസം കൂടുതൽ ഉറപ്പിക്കേണ്ട സമയമാണ് ഈ സ്ലീബ കാലം. മാമോദീസായിലൂടെ ലഭിക്കുന്ന 3-ാമത്തെ സമ്മാനം അത് പരിശുദ്ധാത്മാവാണ്. വചനം ഇങ്ങനെ പറയുന്നു, 1 കൊരിന്ത്യർ 6:19, നിങ്ങളിൽ വസിക്കുന്ന ദൈവദത്തമായ പരിശുദ്ധാത്മാവിൻ്റെ ആലയമാണ് നിങ്ങളുടെ ശരീരമെന്ന് നിങ്ങൾക്കറിഞ്ഞുകൂടെ. 1 കൊരിന്ത്യർ 3:16, നിങ്ങൾ ദൈവത്തിൻ്റെ ആലയമാണെന്നും ദൈവാത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെന്നും നിങ്ങൾ അറിയുന്നില്ലേ? ദൈവത്തിൻ്റെ ആലയം നശിപ്പിക്കുന്നവനെ ദൈവവും നശിപ്പിക്കും. എന്തെന്നാൽ ദൈവത്തിൻ്റെ ആലയം പരിശുദ്ധമാണ്, ആ ആലയം നിങ്ങൾ തന്നെ. ക്രിസ്തു പറഞ്ഞു, യോഹന്നാൻ 2:16, എൻ്റെ പിതാവിൻ്റെ ആലയം നിങ്ങൾ കച്ചവട സ്ഥലമാക്കരുത്. ദൈവം നമ്മളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.